ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആപ്സ് ക്ലൗഡ്. ഇറ്റ്സ് മീ അപർണ ആൻഡ് എല്ലാവർക്കും മേരി ക്രിസ്മസ്. അങ്ങനെ ഡിസംബർ 25 സർവമായ നമ്മൾ കാത്തിരുന്ന നിവിൻ പോളി ചിത്രം, നിവിൻ പോളിയുടെ ഒരു കംബാക്ക് ആവുന്ന നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന ചിത്രം. അത് മാത്രമല്ല, ഒരു സൂപ്പർ ഹിറ്റ് കോംബോ വർക്ക്ഔട്ട് ആകാൻ ചാൻസ് ഉള്ള ഒരു ചിത്രമായിരുന്നു സർവമായ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ തട്ടത്തിൻമറയത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലവ് ആക്ഷൻ ഡ്രാമ ആയിക്കോട്ടെ, ഒരുപാട് പടങ്ങളിലെ ഹിറ്റ് ആയ ഒരു കോംബോ ആണ് നിവിൻ പോളി ആൻഡ് അജു വർഗീസ് കോംബോ. അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരുന്ന പാട്ടുകളെല്ലാം അവർ ഒരുമിച്ചുള്ള പാട്ടുകളായിരുന്നു. അവരുടെ കോംബോ ഈ മൂവിയിൽ വർക്ക്ഔട്ട് ആയോ? അതുപോലെ തന്നെ നിവിൻ പോളി എന്ന് പറയുന്ന വ്യക്തി നമ്മള് ശരിക്കും നമ്മളുടെ ഒരാളായിട്ട് കാണുന്ന ഒരു നടനാണ്. അതുകൊണ്ട് നമുക്ക് പല മൂവീസിലും നമ്മള് നിവിന്റെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു പടത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അത് ബീറ്റ് ചെയ്തു ഈ പടം. അതുപോലെ തന്നെ ഇത് അഖിൽ സത്യൻ നമുക്ക് പ്രേക്ഷകർക്ക് ഒരുക്കുന്ന ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ആണോ? മൂവി ടൈറ്റിൽ സർവം മായ എന്ന് പറഞ്ഞ ടൈറ്റിൽ തന്നെ ഒരു കാര്യം അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ആ ഒരു കഥയുടെ എൻഡിങ്ങിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്പോയിലറായി മാറും. അപ്പൊ എനിക്കൊരു സ്പോയിലർ ആവാൻ താല്പര്യമില്ല. അപ്പം നിങ്ങൾ കാണുന്ന സമയത്ത് ഈ ഒരു മൂവി സർവം മായ എന്ന ടൈറ്റിൽ ഇട്ടത് നമുക്ക് അതിന്റെ എൻഡിങ്ങിൽ എന്തായാലും ക്ലിയർ ആകും. അതുപോലെ തന്നെ നിവിൻ പോളി ഈ പടത്തില് അത്രയും നല്ല രീതിക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക്, പ്രേക്ഷകരിൽ ഒരാളാവുന്ന രീതിക്ക്, അതായത് നമ്മൾ ഒരാൾക്ക് ഈ സിനിമയിൽ ഒരു ക്യാരക്ടർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മളുടെ ഒരു ക്യാരക്ടർ എങ്ങനെയായിരിക്കും അതേപോലെ തന്നെ, അതായത് ആളെ അഭിനയിക്കാൻ തോന്നാതെ നാച്ചുറൽ ആയിട്ട് ഈ ക്യാരക്ടർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിവിൻ പോളി മാക്സിമം നോക്കിയിട്ടുണ്ട്. അത് ഭയങ്കര സൂപ്പർ ആയിട്ട് ആ സിനിമയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അഖിൽ സത്യൻ ഒരു പടമാവുന്ന സമയത്ത് നമ്മളെ സത്യനന്ദിക്കാട് ഓൾറെഡി കുറെ ഹിറ്റുകൾ സമ്മാനിച്ച് നമ്മളെ പ്രേക്ഷകരുടെ വൈബ് മനസ്സിലാക്കിയിരിക്കുന്ന ആളുടെ മകനാവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഒന്നും വെക്കണ്ട. എങ്ങനെയായിരിക്കും അത് ബീറ്റ് ചെയ്തിട്ടാണോ മകന്റെ സിനിമകൾ ഉണ്ടാവുക എന്നതായിരിക്കും. അത് ബീറ്റിംഗ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ എങ്ങനെയാണോ സത്യൻ സാർ കൊണ്ടുപോകുന്നത് അതേ വൈബ് തന്നെയാണ് ഈ അഖിലും ഈ മൂവിയിൽ കൊണ്ടുപോകാൻ വേണ്ടി നോക്കിയിരിക്കുന്നത്. അതായത് കുറെ സീനറീസ്, പ്രകൃതിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുക, പാട്ടുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതുപോലെ തന്നെ റിലേഷൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു പടമാണ്. അങ്ങനത്തെ ഒരു പാക്ക് ആണ് ഈ പടം എന്ന് പറയുന്നത്. മൂവി എന്ന് പറയുന്നത് ഒരു ഫീൽ ഗുഡ് മൂവിയാണ്, ഒരു ഫാമിലി മൂവിയാണ്, ഒരു കോമഡി മൂവിയാണ്, അതുപോലെ തന്നെ കുറച്ച് ഹൊററും ഉണ്ട് ചെറുതായിട്ട്. അതുകൊണ്ട് പക്ഷെ യു സർട്ടിഫിക്കറ്റ് ആണ്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. അത് ചെറിയൊരു ഹൊററും ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടിയുള്ള ഒരു പാക്കാണ് ഈ പടം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഇത് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ തിയേറ്ററിലുള്ള അത്രയും സമയം നമുക്ക് അത് എന്റർടൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറെ കേട്ട് മറന്ന കോമഡികളും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എല്ലാ കോമഡികളും സിറ്റുവേഷണൽ കോമഡീസ് ആണ്. അതായത് സ്ക്രിപ്റ്റഡ് കോമഡീസിനുപരി വിഷ്വൽ കോമഡീസ് ആണ് നമുക്ക് കൂടുതലായിട്ട് ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ സിറ്റുവേഷണൽ വിഷ്വൽ കോമഡി ആവുന്ന സമയത്ത് തന്നെ തിയേറ്ററിൽ എല്ലാവരും അത്യാവശ്യം നല്ല രീതിക്ക് ചിരിക്കും. നമുക്കും നല്ല രീതിക്ക് ചിരി അടക്കി പിടിക്കാൻ വേണ്ടി പറ്റാത്ത ടൈപ്പ് കുറെ കോമഡി എലമെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് വേറൊരു രീതിയിൽ പറയുവാണെങ്കിൽ ഇതൊരു ക്യൂട്ട് പൂക്കി ഗോസ്റ്റ് സ്റ്റോറി ആയിട്ട് നമുക്ക് എടുക്കാം. പൂക്കി ഗോഡ് സ്റ്റോറി എന്നതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒരു പടമാണ് പൂക്കി ഗോഡ് സ്റ്റോറി എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇതിൽ നിങ്ങളൊരു ഒരുപാട് ഹൊറർ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. പൂക്കി വേർഡ് ആണ് ഇതിന് ഇനഫ് ആയിട്ടുള്ളത്. ഒരു ക്യൂട്ട് ഹൊറർ സ്റ്റോറിക്ക് ഇത് നമുക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് ആന്ന് പറയാൻ കാരണം ഇത് ഫാമിലീസിന് എന്തായാലും ഇഷ്ടപ്പെടും. ഇപ്പൊ എന്തായാലും വെക്കേഷൻ സമയം ആയതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് ഒരുപാട് കുട്ടികൾക്ക് ലീവ് ആയതുകൊണ്ട് എന്തായാലും ഫാമിലി ആയിട്ട് കാണാൻ വേണ്ടി പോകാൻ വേണ്ടി പറ്റുന്ന ഒരു പടമാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഉറപ്പ് ഈ പടത്തിനുണ്ട്. കുട്ടികളും എൻജോയ് ചെയ്യും, അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് പോണ സമയത്ത് വേറൊരു ഫീൽ ആയിരിക്കും ഉണ്ടാവുക. കാരണം ഇത് ഫാമിലി ബേസ്ഡ് പടമാണ്. ഫാദർ മകൻ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അമ്മ മകൻ റിലേഷൻഷിപ്പ്, അച്ഛൻ മകൾ റിലേഷൻഷിപ്പ്, അങ്ങനത്തെ ഒരു കണക്ഷൻ ഈ പടത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് കാണുന്ന സമയത്ത് നമുക്കത് ഒരു ഫീൽ വേറെ കിട്ടല്ലേ. അപ്പൊ നിങ്ങൾ ഫാമിലി ആയിട്ട് പടം കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇത് അതിന് പറ്റിയൊരു പടമാണ്. നിങ്ങൾ അങ്ങനെ തന്നെ പോയി കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സിറ്റുവേഷണൽ കോമഡിയാണ് എന്ന് വെച്ച് നിങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ തിയേറ്ററിന് ചിരിച്ചു മറയും എന്നൊന്നും എക്സ്പെക്ട് ചെയ്ത് പോകരുത്. അതായത് ഒരുപാട് ചിരിച്ചു മറയ്ക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല. പക്ഷെ ഉള്ളത് നീറ്റ് ആയിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് കണക്ട് ആവുന്ന രീതിക്കാണ്. എന്ന് വെച്ചിട്ട് ഓരോ സീൻ ബൈ സീൻ ഇവർ ചിരിക്കാനുള്ള എലമെന്റ്സ് അല്ല. അവർ സ്റ്റോറിയിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ട്, കോമഡിയിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോറിയാണ് കൂടുതൽ ഉണ്ടാവുക, കോമഡി കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ എല്ലാ കോമഡീസും നമുക്ക് വർക്കാവും. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം റിയ എന്ന ആളുടെ റോളാണ്. റിയയുടെ റോൾ എന്ന് പറയുന്നത് നിവിൻ പോളിയുടെ ഒപ്പം തന്നെ, അതായത് റിയ എന്ന റോൾ അവിടെ ഇല്ല എങ്കിൽ നിവിൻ പോളിയുടെ റോൾ കംപ്ലീറ്റ് ആവത്തുണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു കോംബോ നല്ല രീതിക്ക് വർക്കായി. നമ്മൾ പ്രതീക്ഷിച്ച അജു വർഗീസ് നിവിൻ പോളി കോംബോനേക്കാൾ ഉപരി നിവിൻ പോളി റിയ കോംബോ നല്ല രീതിക്ക് വർക്കായി. അതായത് റിയ എന്ന് പറയുന്നത് നമുക്ക് ഒരു ജെൻസി ടൈപ്പ് ക്യാരക്ടറാണ് റിയക്കുള്ളത്. നിവിൻ പോളി ഓപ്പോസിറ്റ് ആണ്. അപ്പം ഈ രണ്ട് കോംബോയും കൂടി വെച്ചിട്ടുള്ള ഒരു മൂവിയാണ്. പിന്നെ താങ്ക് യു ഈ ഒരു ക്രിസ്മസ് വെക്കേഷൻ ടൈം തന്നെ ഇങ്ങനത്തെ ഒരു മൂവി റിലീസ് ചെയ്തതിന്. അതുപോലെ തന്നെ ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന നിവിൻ പോളിയെ തിരിച്ചു കൊണ്ടുവന്നതിനും താങ്ക് യു ദ എൻ്റർ ക്രൂ ആൻഡ് അഖിൽ സത്യൻ. ഞങ്ങൾ ഒരുപാട് ഈ മൂവീസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് എനിക്ക് വർക്കായി.
നിങ്ങൾക്ക് വർക്ക് ആവുമെന്ന് എനിക്ക് ഉറപ്പൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഓരോരുത്തർക്കും ഞാൻ എല്ലാ റിവ്യൂലും പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റുകളാണ്. എനിക്ക് ഈ ജോണർ വർക്കായി. ഒരു ഫാമിലി ഫീൽ ഗുഡ് കോമഡി എന്റർടൈനർ മൂവി ആയതുകൊണ്ടാണ് എനിക്ക് വർക്കായത്. പക്ഷെ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കണക്ട് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ദിസ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഇത് ഞാൻ കണ്ട സമയത്തുള്ള എന്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ്. അപ്പൊ നിങ്ങളും കണ്ടു നോക്കൂ. ഇനി കണ്ടവരാണ് എങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കമന്റ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.